മഴ തോരുമുമ്പയുടെ പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് അലീന. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് കേണലായിട്ട് ആകെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കേണലിൻ്റെ കുടീനെന്നൊക്കെ ബാലചന്ദ്രനോട് പറയണേ. അങ്ങനെ ബാലചന്ദ്രൻ പറയണേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. കേണലിൻ്റെ ആ സ്വഭാവം നിനക്ക് നിർത്താൻ പറ്റും, നിന്നെക്കൊണ്ട് പറ്റും, നീ ശ്രമിച്ചാൽ മാത്രം. കാരണം ആ കുടി നിർത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലാവും. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് നിന്നെ എല്ലാവരും കൂടെ വലിച്ച് പുറത്താക്കും, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ നല്ലോണം ശ്രദ്ധിച്ച് നീ എന്ത് വിധനയിലും നീ കുടി നിർത്തണം എന്ന് പറയും. അപ്പോൾ പിന്നെ അച്ഛൻ്റെ ഒരു പിൻബലത്തോടു കൂടി അങ്ങനെ നമ്മുടെ അലീന പട്ടിണി കിടക്കണ്, ഭക്ഷണം കഴിക്കാണ്ടിരിക്കും. അപ്പോൾ സ്റ്റാൻലി അലീനയുടെ അടുത്തേക്ക് വിഷമത്തോടെ ചെല്ലുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. എന്തായാലും അലീനയുടെ വാശി പോലെ തന്നെ അലീനയ്ക്ക് ആ വീട് ഭരിക്കാനുള്ളൊരു അവകാശം, അതായത് അലീനയ്ക്ക് തീരെ എഴുതി കൊടുക്കണ പോലെ കൊടുക്കും. കിച്ചണും വീടും വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് അലീനനെ ഭരിച്ചിരുന്ന വേലക്കാരെ അലീന തിരിച്ചും ഭരിക്കും. എന്തായാലും അയാൾ അവിടെ നിന്ന് അതുപോലെ തന്നെ അടക്കളക്കാരൻ അവിടെ നിന്ന് ഇട്ടിട്ട് പോകുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം അലീനയുടെ അടുത്തേക്ക് നമ്മുടെ ബബിത വരുന്നുണ്ട്. ബബിത ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടുന്നുണ്ട്. ബബിത കേസും കൂട്ടും പീഡനത്തിന് ഇരയാവുകയും അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലൊക്കെ ചെന്ന് പെടും. സ്റ്റാൻലിയുടെ സഹായത്തോടെ പോലീസ് കേസിൽ നിന്നൊക്കെ ബബിതനെ ഒഴിവാക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ വൈജയന്തിയും നമ്മുടെ സ്റ്റാൻലി ജോസഫും അധികം വൈകാതെ തന്നെ കണ്ടുമുട്ടുന്നുണ്ട്. കാരണം നമ്മുടെ ബബിതനെയും കൊണ്ട് സ്റ്റാൻലി എറണാകുളത്തിന് പോകുന്നുണ്ട്. എറണാകുളത്തിന് പോകുമ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും ബബിത ഒരാളിൻ്റെ കൂടെ, അതായത് പ്രായമുള്ള ഒരാളിൻ്റെ കൂടെ ഹോട്ടൽ റൂമിലേക്ക് കയറി പോകണ കണ്ടപ്പോൾ വൈജയന്തി ജോലി സംബന്ധമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂയോ മീറ്റിങ്ങോ അങ്ങനെ എന്തോ പങ്കെടുക്കാൻ വേണ്ടി സ്റ്റാഫുകളായിട്ട് പോയതായിരുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ബബിതനെ കാണുമ്പോൾ പിന്നാലെ ചെല്ലുമ്പോൾ എന്തായാലും ബാലചന്ദ്രനല്ലാന്ന് മനസ്സിലായി. എന്നാൽ പ്രായമുണ്ട്. ബബിതനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊടയും ചൂടിയിട്ട് ഹോട്ടലിലേക്ക് പോണ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് വൈജയന്തി പിന്നാലെ ചെന്ന് അവർ അതായത് ഫാമിലി റൂമിലാണ് അവരിരിക്കുക. അപ്പോൾ അവിടേക്ക് ചെല്ലും വൈജയന്തി എന്നെ കാണുമ്പോൾ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ബബിത പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. പക്ഷേ അതിനേക്കാളും സ്പീഡിൽ വൈജയന്തി ഞെട്ടിത്തെറിക്കും. കാരണം കൂടെയുള്ള ആളെ കണ്ടപ്പോൾ ഒരിക്കലും താൻ ഇനി കാണാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിനെ തൻ്റെ മുന്നിൽ നിൽക്കണേന്ന് വൈജയന്തിക്ക് മനസ്സിലാവണം. താൻ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ ഇപ്പം വരാമെന്ന് പറഞ്ഞു തന്നെ ഉപേക്ഷിച്ച് പോയ വ്യക്തി, താൻ ആരെയാണോ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കാത്ത അയാൾ തൻ്റെ മകളെ കൂടെ വൈജയന്തിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. വൈജയന്തിനെ കണ്ടപ്പോഴും നമ്മുടെ സ്റ്റാൻലിക്ക് ഒരു ഞെട്ടലൊക്കെ ഉണ്ടായി. കാരണം പ്രത്യേകിച്ച് ക്ഷീണോ പ്രായമോ ഒന്നും തോന്നിക്കുന്നില്ല. ഇപ്പോഴും പഴയതിനേക്കാളും സുന്ദരിയായിട്ട് തന്നെയാണ് വൈജയന്തി ഇരിക്കണേന്ന് സ്റ്റാൻലി ജോസഫും ഇങ്ങനെ ഞെട്ടലോടെ നോക്കി നിൽക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.